കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. മനുഷ്യ മനസ്സുകളെ നടുക്കിയ ദുരന്തമായിരുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടൽ. കിലോമീറ്ററുകൾ വ്യാപ്തിയിൽ ഒരു പ്രദേശമാകെ ഒലിച്ചുപോയിരിക്കുന്നു. വയനാട് മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടൽ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാവുകയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടാവുന്നത് കേരളത്തിലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. 2022 കേന്ദ്രം പുറത്തുവിട്ട കണക്ക് നോക്കാം. കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ ഇന്ത്യയൊട്ടാകെ 3782 ഉരുൾപൊട്ടലുകൾ ഉണ്ടായപ്പോൾ 2239 എണ്ണവും കേരളത്തിലായിരുന്നു. അതായത് രാജ്യത്താകെ ഉണ്ടാകുന്ന ഉരുൾപൊട്ടലുകളിൽ 60% കേരളത്തിലാണെന്ന് ചുരുക്കം. 2018 മഹാപ്രളയത്തോടെയാണ് കേരളത്തിൽ ദുരന്തങ്ങൾ തുടർക്കഥയാകുന്നത്. 2019 ഓഗസ്റ്റ് 8 വയനാട് മേപ്പാടിക്കടുത്തുള്ള പുത്തുമലയിൽ വൈകുന്നേരത്തോടെ ഉരുൾപൊട്ടലുണ്ടായി. ഇതേ ദിവസം രാത്രി തന്നെയാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ പോത്തുകല്ലിനടുത്തുള്ള കവളപ്പാറ കോളനിക്ക് മുകളിലേക്ക് മുത്തപ്പൻമല പൊട്ടിവീണത്. 2020 ഉരുൾപൊട്ടലുണ്ടായത് മൂന്നാർ പൊന്മുടിയിലാണ്. 2021 ഒക്ടോബർ 17 കൂട്ടിക്കൽ പഞ്ചായത്തിൽ ഉരുൾപൊട്ടലുണ്ടാകുന്നത്. മഴയും മിന്നലുമൊക്കെ പോലെ തന്നെ പ്രകൃതി പ്രതിഭാസമായാണ് ഉരുൾപൊട്ടലിനെ ശാസ്ത്രജ്ഞർ വിശേഷിപ്പിക്കുന്നത്. മനുഷ്യ ഇടപെടലുകളില്ലാത്ത കാടുകളിലും മലഞ്ചെരുവുകളിലും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകാറുണ്ട്. ഭൂസ്ഥിരത നഷ്ടപ്പെടുന്നത് മൂലം ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും പാറയും ചരലും ഉരുളൻ കല്ലുകളും മറ്റ് വസ്തുക്കളും വൻതോതിൽ വളരെ പെട്ടെന്ന് താണ സ്ഥലങ്ങളിലേക്ക് പതിക്കുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. കനത്ത മഴ പെയ്യുമ്പോൾ സംഭരിക്കാവുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം മണ്ണിലേക്കിറങ്ങും. ഭൂഗർഭജലത്തിന്റെ അളവ് കൂടുന്നതനുസരിച്ച് മണ്ണിനടിയിൽ മർദ്ദം വർദ്ധിക്കും. ഈ മർദ്ദത്തിന്റെ ഫലമായാണ് വെള്ളം പുറത്തേക്ക് ശക്തിയിൽ കുത്തിയൊഴുകുക. ഉരുൾപൊട്ടലിന്റെ പാതയിൽപ്പെട്ടാൽ ജീവിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം പ്രളയം പോലെ പതുക്കെ സംഭവിക്കുന്ന പ്രതിഭാസമല്ല ഉരുൾപൊട്ടൽ. വൃഷ്ടിപ്രദേശത്ത് മഴ പെയ്താൽ ഓരോ തവണയും പുഴയിൽ വെള്ളമുയരുമെന്ന പോലുള്ള കൃത്യമായ ശാസ്ത്രം ഉരുൾപൊട്ടലിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പുകൾ നൽകുക അത്ര എളുപ്പമല്ല. 10 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെ ചരിവുള്ള പ്രദേശങ്ങളിലാണ് മണ്ണിടിച്ചിലിന്റെ സാധ്യത കൂടുതലുള്ളത്. 2 കിലോമീറ്റർ ചുറ്റളവിലെങ്കിലും ഉരുൾപൊട്ടലുണ്ടായ സ്ഥലമാണെങ്കിൽ പ്രത്യേക ശ്രദ്ധ വേണ്ടത് അത്യാവശ്യമാണ്. കേരളത്തിലെ 13% ഭൂപ്രദേശങ്ങളും ഉരുൾപൊട്ടൽ സാധ്യത നേരിടുന്നതായി പഠനങ്ങൾ പുറത്തു വന്നിരുന്നു. ഉരുൾപൊട്ടൽ ഒരു പ്രകൃതി പ്രതിഭാസമാണെങ്കിലും പലപ്പോഴും മനുഷ്യന്റെ ഇടപെടലുകൾ അതിന് കാരണമാകുന്നുണ്ട്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അടക്കം നടത്തിയ പഠനങ്ങൾ ഇക്കാര്യവും വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിൽ 95% ഉരുൾപൊട്ടൽ മനുഷ്യനിർമ്മിതമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഭൂമിയുടെ കിടപ്പ്, ചരിവ്, പാറകളുടെ സ്വഭാവം, മണ്ണിന്റെ ഘടന, മരങ്ങളുടെ പ്രത്യേകത തുടങ്ങിയവ കണക്കിലെടുക്കാതെ മലഞ്ചരിവുകളിൽ കൃഷി ചെയ്യുന്നതും മണ്ണും പാറയും ഖനനം നടത്തുന്നതും റോഡ് പണിയുന്നതും കെട്ടിട നിർമ്മാണവുമൊക്കെ ചരിഞ്ഞ പ്രതലങ്ങളുടെ സന്തുലിതാവസ്ഥ തകർക്കുകയും വൻതോതിലുള്ള മണ്ണിടിച്ചിലിനും മണ്ണൊലിപ്പിനും കാരണമാകുകയും ചെയ്യുന്നു. മനുഷ്യജീവനടക്കം നഷ്ടപ്പെടുന്ന വൻ ദുരന്തങ്ങൾക്ക് ഇത് വഴിവെക്കുന്നു. വനനശീകരണം ഒപ്പം ശാസ്ത്രീയമായ വനവൽക്കരണവും ഉരുൾപൊട്ടലിന് വഴിവെക്കും. പാറകളിലുണ്ടാകുന്ന വിള്ളലുകൾ, മരങ്ങളും പാറകളും മണ്ണും സ്വാഭാവികമായ അവസ്ഥയിൽ നിൽക്കാത്ത മണ്ണിന്റെയും മരങ്ങളുടെയും വഴുതിപ്പോക്ക്, കല്ലുകളുടെ ബലഹീനത, ചെങ്കുത്തായ സ്ഥലങ്ങൾ എന്നിവ മഴക്കാലങ്ങളിൽ ഉരുൾപൊട്ടലിന് കാരണമാകുന്നു. ഉരുൾപൊട്ടൽ മേഖലകളിൽ പഠനം നടത്തിയ ശേഷം കോഴിക്കോട് DWRDM ശാസ്ത്രജ്ഞനായ അബ്ദുൽ ഹമീദ് ഇങ്ങനെയാണ് പറയുന്നത്. ഈ സ്ഥലങ്ങൾ സന്ദർശിച്ചതിൽ നിന്നും മനസ്സിലായത് മനുഷ്യ ഇടപെടലുകൾ തന്നെയാണ് ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും കാരണമായിരിക്കുന്നതെന്നാണ്. ചെങ്കുത്തായ മലകളിൽ പോലും വീതിയുള്ള റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് കാണാം. ഇത്തരം റോഡുകൾക്ക് ഓവുചാലുകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അവ മഴക്കാലത്തെ ജലപ്രവാഹത്തെ ഉൾക്കൊള്ളാനാവുന്നവയല്ല. നിരവധി നീർച്ചാലുകളെ ഈ റോഡുകൾ മുറിച്ചു കടക്കുന്നതിനാൽ സ്വാഭാവിക ഒഴുക്കിന്റെ ദിശ മാറ്റപ്പെടുന്നു. പലപ്പോഴും റോഡുകൾ നിർമ്മിക്കുന്നതിനായി നികത്തപ്പെടുന്നതും പരിവർത്തനം ചെയ്യപ്പെടുന്നതും മലയോരങ്ങളിലെ 1-2 ശ്രേണികളിലായുള്ള നീർച്ചാലുകളെയാണ്. ചെങ്കുത്തായ മലനിരകളിൽ അതാതിടത്ത് പെയ്യുന്ന മഴവെള്ളത്തെ അപ്പപ്പോൾ ഒഴുക്കിമാറ്റുന്ന ധർമ്മമാണ് ഈ ചെറുചാലുകൾ നിർവഹിക്കുന്നത്. സുഗമമായ ഒഴുക്കിന് വിഘാതം സംഭവിക്കുമ്പോൾ വെള്ളം കെട്ടിനിൽക്കുകയും മൺസുഷിര ജലമർദ്ദം അധികരിക്കുന്നതിനിടയാക്കുകയും ചെയ്യും. ഈ ജലമർദ്ദമാണ് ഉരുൾപൊട്ടലിനുള്ള ഒരു അടിസ്ഥാന ഘടകം. സ്വാഭാവിക മരങ്ങൾ മുറിച്ചു മാറ്റുക, ഇടവിളത്തോട്ടങ്ങൾ ഉണ്ടാക്കുക, മണ്ണൊലിപ്പിന് കാരണമാകുന്ന കൃഷികൾ ചെയ്യുക, ഫാമുകൾ നിർമ്മിക്കുക, കെട്ടിടം പണിയുക, അമിത ഭാരമേൽപ്പിക്കുക, സ്ഫോടനങ്ങൾ, ഭാരമേറിയ വാഹനങ്ങളുടെ സഞ്ചാരം തുടങ്ങിയവയെല്ലാം ഉരുൾപൊട്ടലിന് കാരണമാകുന്ന ഘടകങ്ങളാണെന്നും അദ്ദേഹം വിലയിരുത്തി. ഇങ്ങനെ വിശകലനം ചെയ്താൽ കണ്ടെത്തുക 70% ഉരുൾപൊട്ടലുകൾക്കും കാരണം മനുഷ്യ ഇടപെടലുകളാണെന്നാണ്. കേരളത്തിന്റെ ഭൂമിശാസ്ത്രവും കാലാവസ്ഥാപരമായ പ്രത്യേകതകളും നാം അനിവാര്യമായി മനസ്സിലാക്കിയിരിക്കണം. ഓരോ ഇടപെടലും എന്ത് പ്രത്യാഘാതമാണ് ഉണ്ടാക്കുക എന്നറിയണം. ദുരന്തങ്ങൾ ഇനിയും സംഭവിക്കാതിരിക്കാൻ ജാഗ്രത കൂടിയേ തീരൂ.